നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന്റെ ജന്മാംശമാണ് ഈ കുഞ്ഞെന്ന് ഈശ്വരിയമ്മ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇനി ഈശ്വരിയമ്മ വന്നിട്ട് വേണം ഇവന്റെ ഭാവി കൂടി ചോദിച്ച് മനസ്സിലാക്കാൻ. അതിന് ചോദിക്കാനും മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ഒന്നുമില്ല സുഭദ്ര. നമ്മുടെ മോനെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കില്ലേ? വളർന്ന് വലുതായി തൃപ്പങ്ങോട്ടിന്റെ യശസ് ഉയർത്തേണ്ടവനല്ലേ ഇവൻ? ആഹാ, എന്റെ മോന്റെ അമ്മയ്ക്കുള്ള പാലെത്തിയല്ലോ. പാല്. എനിക്കിപ്പോ പാല് വേണ്ട. ഒരു രുചിയും ഉണ്ടാവില്ല കുടിക്കാൻ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആരോഗ്യം നോക്കേണ്ട സമയമല്ലേ സുഭദ്ര ഇത്. ഈ പാല് കുടിച്ചേ പറ്റൂ. എന്നാലല്ലേ നമ്മുടെ കുഞ്ഞിനുള്ള പാലുണ്ടാവൂ. ഇത് കുടിക്ക്, കുടിക്ക്. ശരി ശരി, ഞാൻ കുടിച്ചോളാം. ഒരു നിമിഷം, ദാ കുഞ്ഞിനെ പിടിക്ക്. എന്താടാ വാവേ, കുടിക്ക്. വാവേ, നമ്മുടെ മോന്റെ നോട്ടം കണ്ടോ? കൊതിയൻ. അമ്മ പാല് കുടിക്കുന്നത് നോക്കുക. നിനക്കും തരാം കേട്ടോ. എന്തു പറ്റി? ഒന്നുമില്ല, ഞാനൊരു സ്വാർത്ഥത കൊണ്ട് പറഞ്ഞത്. സ്വാർത്ഥതയോ? ആ അതെ, എന്റെ സുഭദ്രയ്ക്കുള്ള പാലാ ഇത്. മറ്റാർക്കും നൽകാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ മകനായ പോലും അതങ്ങനെ തന്നെയാ. നീ കഴിഞ്ഞിട്ടല്ലേ എനിക്കിവൻ. വേണമെങ്കിൽ അതെന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോ. അത് സഹിക്കാൻ ഞാൻ തയ്യാറാ. ഓ ശരി ശരി, സമ്മതിച്ചു. ഇത് ഞാനിപ്പോ മുഴുവൻ കുടിച്ചു തീർക്കണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നീ പാല് കുടിക്ക, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തട്ടെ. ഇതെന്താ ഒരു അരുചി? അരുചിയോ? അതെ, സാധാരണ തരുന്ന പാലിന്റെ രുചി അല്ലല്ലോ. നല്ല ചവർപ്പ്. ഓ അത് ശരി. എന്റെ അമ്മയുടെ ഒരു കാര്യം, മോള് പ്രസവം കഴിഞ്ഞതല്ലേ, ശരീരം പെട്ടെന്ന് നന്നാവാൻ ആ കുങ്കുമപ്പൂ വാരിയിട്ട് കാണും. സാരമില്ല, ശരീരം നന്നാവാനല്ലേ. കണ്ണു അടച്ചങ്ങ് കുടിച്ചേക്ക്, ഒരു കുഴപ്പമില്ല. ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.